നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം. നേരത്തെ തന്നെ ആളൂർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിഭാഗം വക്കീലായിരുന്നു ആളൂർ. സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായതോടെയാണ് ആളൂർ ശ്രദ്ധ നേടുന്നത്. കൂടത്തായി ജോളി കേസ് ഉൾപ്പെടെ കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളുടെയും പ്രതിഭാഗം വക്കീലായിരുന്നു ആളൂർ. ഇലന്തൂർ നരബലി കേസും ബാധിച്ചത് ഇദ്ദേഹം തന്നെയായിരുന്നു. വിവാദങ്ങളായ കേസുകൾ ഏറ്റെടുത്തതിലൂടെയാണ് ആളൂർ ശ്രദ്ധേയനാകുന്നത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ ജനശ്രദ്ധ ആകർഷിച്ച കേസുകൾ തന്നെയാണ് ആളൂർ ഏറ്റെടുത്തത്. കയ്യിൽ ലക്ഷങ്ങളും ആളൂരും കൂടെയുണ്ടെങ്കിൽ ഏത് ക്രിമിനൽ കേസിൽ നിന്നും രക്ഷപ്പെടാം എന്നു തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ളതായിരുന്നു ഏറ്റെടുത്ത എല്ലാ കേസുകളും. അധോലോക കുറ്റവാളികളുടെയും കൊടും ക്രിമിനലുകളുടെയും ആശാകേന്ദ്രം തന്നെയായിരുന്നു ആളൂർ എന്ന അഭിഭാഷകൻ. 2011 സൗമ്യ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും തീരാ വേദന തന്നെയാണ്. ആ ക്രൂരകൃത്യം ചെയ്ത പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടി വക്കാലത്തുമായി സുപ്രീം കോടതി വരെ എത്തിയ അഭിഭാഷകനായിരുന്നു അദ്ദേഹം. ആദ്യമായി ഈ കേസിൽ പ്രതിയായ ഗോവിന്ദചാമിക്ക് വേണ്ടി ഹാജരായപ്പോൾ കേരളം ഞെട്ടലോടെയാണ് ഇത് നോക്കിക്കണ്ടത്. പണ്ടൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു, മള്ളൂർ വക്കീലും 10,000 രൂപയും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു ഈ കേസ് ഏറ്റെടുക്കൽ. പിന്നീട് അദ്ദേഹം ശ്രദ്ധ നേടിയത് കൂടത്തായി കേസിലായിരുന്നു. കൂടത്തായി കേസിലെ പ്രതിയുടെ വക്കീലായിട്ടായിരുന്നു പിന്നീടുള്ള വരവ്. അതിനുശേഷം ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ പ്രതികളെ ജാമ്യത്തിൽ ഇറക്കി ഇദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു. വർഷങ്ങളായി പൂനെ കോടതിയിൽ പ്രവർത്തിച്ചിരുന്ന ആളൂർ ഗോവിന്ദചാമിയുടെ കേസ് ഏറ്റെടുത്തതിനു ശേഷം പിന്നീട് സ്ഥിരം നാട്ടിലായിരുന്നു ചെലവഴിച്ചത്. വടക്കാഞ്ചേരി കോടതിയിൽ 3.5 വർഷം പ്രാക്ടീസ് ചെയ്ത ശേഷം മുംബൈക്ക് വണ്ടി കയറിയ ആളൂർ പ്രമാദമായ നിരവധി കേസുകളും ഏറ്റെടുത്തിരുന്നു. കൂടുതലും കൊലപാതകം, ലൈംഗിക കൃത്യ കേസുകളിലെ പ്രതികൾക്ക് വേണ്ടിയായിരുന്നു കേസുകൾ ഏറ്റെടുത്തിരുന്നത്. സംഘം ചേർന്നുള്ള കുറ്റകൃത്യങ്ങളിൽ 1-2 പ്രതികളുടെ വക്കാലത്തും ഏറ്റെടുക്കും. നീരജ് ഗുപ്ത കൊലക്കേസിലും ഇത്തരത്തിൽ ഒരു പ്രതിക്ക് വേണ്ടി ഇദ്ദേഹം ഹാജരായിരുന്നു. മുംബൈ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഗുണ്ടാ സംഘത്തിന്റെ കേസ് ആളൂരായിരുന്നു വാദിച്ചത്. അത് വാർത്തകളിൽ ശ്രദ്ധ നേടിയിരുന്നു. ഗോവിന്ദചാമി ഇത്തരത്തിൽ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണെന്നാണ് അറിയപ്പെട്ടത്. ആ ബന്ധമാണ് ആളൂരിനെ സൗമ്യ കേസിൽ പ്രതിക്ക് വേണ്ടി എത്തിച്ചത്. ആദ്യം ഗോവിന്ദചാമിയുടെ കുടുംബമാണ് കേസ് തന്നതെന്നാണ് വക്കീൽ പറഞ്ഞത്. പിന്നീട് അത് മാറ്റി സുഹൃത്തുക്കളാണ് ഏൽപ്പിച്ചതെന്നായി. ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പിടിച്ചുപറിക്കാരാണ് കേസ് തന്നതെന്നും മറ്റു റിപ്പോർട്ടുകളുമുണ്ട്. എന്തായാലും ഇതുവരെ ഗോവിന്ദചാമിയെ രക്ഷിക്കാൻ ആരാണ് പണം മുടക്കിയത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം എത്തിയിട്ടില്ല. ഇത് താൻ ഒരിക്കലും വെളിപ്പെടുത്തില്ലെന്ന തീരുമാനത്തിലുമായിരുന്നു ആളൂർ. ജിഷ കൊലക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വക്കാലത്തും ഏറ്റെടുക്കാൻ ആളൂർ ശ്രമിച്ചിരുന്നു. തൃശൂർ സ്വദേശിയാണ് ബിജു ആന്റണി എന്ന BA ആളൂർ. കേരളത്തിലായിരുന്നു പ്രീ ഡിഗ്രി വരെ പഠനം പൂർത്തിയാക്കിയത്. കേരളത്തിൽ നിന്ന് പൂനെയിലേക്ക് പോയതോടെയാണ് ആളൂരിന്റെ ജീവിതം മാറിമറിയുന്നത്. നിയമബിരുദം സ്വന്തമാക്കുന്നതും അവിടെ വച്ചാണ്. സഹോദരനോടൊപ്പം പൂനെയിലായിരുന്നു താമസം. 1999 ആളൂർ അഭിഭാഷകനായി എൻറോൾ ചെയ്യുന്നത്. കേരളത്തിലെ വിവിധ കോടതികളിൽ 4 വർഷത്തോളമാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത്. ഇതിലും പ്രാധാന്യം നൽകിയത് ക്രിമിനൽ കേസുകൾക്ക് തന്നെയായിരുന്നു. അതിൽ മിക്ക കേസുകളും വിജയം നേടുകയും ചെയ്തിരുന്നു. അധോലോക നായകനായ ഛോട്ടാ രാജന്റെ കേസുകളും ആളൂർ തന്നെയായിരുന്നു ബാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അധോലോക ബന്ധമുണ്ടെന്നും പലരും ആവർത്തിച്ചിരുന്നു. കുപ്രസിദ്ധ മോഷ്ടാവ് ബെണ്ടി ചോറിന്റെ അഭിഭാഷകനും ആളൂർ തന്നെയായിരുന്നു. നിരവധി ക്രിമിനലുകൾക്ക് ആൾ ദൈവമായ ആളൂരാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാ ക്രിമിനലുകൾക്കും ഒരു തീരാ വേദന തന്നെയാണ് ആളൂരിന്റെ മരണം.